ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്രോഷറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് സ്റ്റിച്ചസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടൺ ത്രെഡ് അല്ലെങ്കിൽ കോട്ടൺ യാൺ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്റ്റിച്ചസ് അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബിഗ്നേഴ്സ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ചെയ്ത് നോക്കുന്നതിന് കൂടെ തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ നിങ്ങൾ സ്റ്റിച്ചും കാര്യങ്ങളും തിക്നെസ്സും നിങ്ങൾക്ക് എന്തൊക്കെ വേണം ആവശ്യമായിട്ടുള്ള അതൊക്കെ എഴുതുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് അതായത് നമ്മുടെ എന്താണ് നമുക്ക് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ എപ്പോഴെപ്പോഴും നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കി അതായത് വായിച്ചിട്ട് ചെയ്യാൻ പറ്റും. യൂട്യൂബിനെ തന്നെ എപ്പോഴും ആശ്രയിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ക്രോഷറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള മോഡൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു നോട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേജ് നമ്പേഴ്സും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പോൾ ഇതിന് ഫസ്റ്റ് പേജിൽ ഞാൻ വന്നിട്ട് ഞാൻ നീഡിലിൻ്റെ സൈസസ് ആണ് എഴുതാമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നി പിന്നെ നമ്മൾ ഇവിടെ സൈസസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ ഓൾമോസ്റ്റ് ഞാൻ നീഡിലിൻ്റെ സൈസും ത്രെഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വീഡിയോ എന്നല്ല ഏത് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. എഴുതി വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഈ ക്രോഷറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഡൗട്ടും കാര്യങ്ങളും വരാറുണ്ട്. അപ്പം ഞാൻ ചില സമയത്തൊക്കെ യൂട്യൂബ് എടുത്ത് നോക്കാറുണ്ട്. സോ നീഡിലിൻ്റെ സൈസിൽ കാര്യങ്ങളൊന്നും നമുക്ക് വലിയ ഡൗട്ട് വരില്ല. പക്ഷേ ഇതിൻ്റെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ചെയ്ത് പഠിക്കാനും നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന ഫസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയണത് സ്ലിപ്പ് നോട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലിപ്പ് നോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ നോട്ട് എങ്ങനെയാണ് ഇട്ടത് അത് ഞാൻ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ടെന്ന് എഴുതിയിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യണം. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. നമ്മളാണല്ലോ ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും എന്നെപ്പോലെ നല്ല ഓർമ്മശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ നല്ല ഉപയോഗമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്ലിപ്പ് നോട്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ എഴുതി വെക്കാത്തത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ അതായത് അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ നീഡിൽ സൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് നല്ല ജലദോഷം പനിയാണ്, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. എനിക്കിപ്പോഴും സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, ചില മിസ്റ്റേക്കൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലിപ്പ് നോട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എഴുതിക്കോളൂ. നോട്ടോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്കായിട്ടുള്ളൊരു നോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ട് വെക്കുക. അത് നിങ്ങൾ സ്ലിപ്പ് നോട്ടെന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്ലിപ്പ് നോട്ടാണ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ നീഡിൽ പിടിക്കാനും എല്ലാത്തിനും ഒരു എന്താ പറയുക കൈ വഴക്കം എന്നൊക്കെ പറയുമല്ലോ. നമ്മളതൊക്കെ നീഡിൽ പിടിക്കാനൊക്കെ നീഡിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ത്രെഡാണെന്നുണ്ടെങ്കിൽ പിടിക്കണതിനൊരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എന്തായാലും ഈ ഒരു സ്ലിപ്പ് നോട്ട് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ത്രെഡ് എടുത്തു കേട്ടോ. ത്രെഡ് എടുത്തതിന് ശേഷം പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ചിലവർക്ക് അറിയില്ല, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അറിയണമെന്നില്ല. അപ്പോൾ നിങ്ങൾ നീഡിൽ ഇങ്ങനെ പിടിച്ചോളുക. പിടിച്ചിട്ട് നിങ്ങളുടെ ഈ ചൂണ്ട് വിരലുണ്ടല്ലോ, ഈ ചൂണ്ട് വിരലിൽ ഈ തള്ള വിരലും കൊണ്ട് ഈ നീഡിൽ ഇങ്ങനെ പിടിക്കുക കേട്ടോ. പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിറ്റുക. ഇങ്ങനെ ചിറ്റിയെടുക്കുക. ചിറ്റിയെടുത്തതിന് ശേഷം കണ്ടോ ഇങ്ങനെ ഒന്ന് ചിറ്റി പിടിക്കുക. പിടിച്ചതിന് ശേഷം ഈ വിരലിൽ നിന്ന് നിങ്ങൾ ഈ നീഡിലൊന്ന് നിങ്ങൾ ഈ ത്രെഡൊന്ന് നിങ്ങൾ മെല്ലെ അത് ലൂസായി ഒരുപാട് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ വിരൽ നിങ്ങളുടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ചിലപ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് ഇങ്ങനെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് ലൂസിൽ തന്നെ പിടിക്കുക കേട്ടോ. കുറച്ച് ഇങ്ങനെ ലൂസിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു റിങ് അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂണ്ട് വിരലിൽ ചുറ്റുക. അതിന് ശേഷം നിങ്ങൾ ഈ വിരലിൽ നിന്ന് വെളിയിലെടുത്തിട്ട് ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റാർട്ട് ചെയ്യണ ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് ഈ ഒരു ത്രെഡ് നിങ്ങൾ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇടുക. കണ്ടോ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
ഇവിടെ ലോക്കായി. ഇപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു റിങ് കിട്ടി. ഇനി ഇത് നിങ്ങൾക്ക് ചെറുതാക്കുകയോ വലുതാക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യുക. ഈ ഒരു എൻഡിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് ചെറുതാവും. അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ ഈ ഒരു റിങ്ങിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് വലുതാവുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വലുത് വേണോ ചെറുത് വേണോ നോക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ഇടുക. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണിത്. ഈ ഒരു സ്റ്റിച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ചൂണ്ട് വിരലിൽ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒന്ന് ചുറ്റുക. എന്നിട്ട് ആ വിരലിൽ നിന്ന് നമ്മളിങ്ങനെ വെളിയിലേക്ക് എടുക്കുക. എടുത്തതിന് ശേഷം ഇതാ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് ഇടുക. ഇത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ചിലർക്ക് നീഡിലും കൊണ്ട് ചെയ്യണതായിരിക്കും എളുപ്പം. പക്ഷേ എനിക്കിങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, വലുതാക്കുകയും ചെയ്യാം, നമുക്ക് ഇതിങ്ങനെ ചെറുതാക്കുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് കയ്യിൽ പിടിക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ 5 വിരലിൽ ഞാൻ പിടിക്കണ, അതായത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം ഞാൻ പറഞ്ഞു തരുന്നതാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇനി വേറെ രീതിയിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ നീഡിലിരിക്കുന്നത്. നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു വശം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പിടിച്ച് എനിക്ക് കിട്ടണില്ല, കുറച്ചുകൂടെ ഇങ്ങോട്ട് താത്തി പിടിച്ചാൽ കിട്ടും, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഈ നമ്മുടെ ഈ ചെറുവിരൽ, ഞാൻ അങ്ങനെ ചെയ്യണം, ഈ ചെറുവിരലിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ ഈ ചൂണ്ടുവിരലുണ്ടല്ലോ, ഈ ചൂണ്ടുവിരലിൽ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ഇതിനനുസരിച്ച് ഞങ്ങളിങ്ങനെ ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്തിട്ട് ഈ ഒരു തള്ളവിരലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോതിര വിരലും ഉണ്ടല്ലോ, ഇതിങ്ങനെ പിടിക്കുക. മോതിര വിരലും കൂടെ പിടിക്കുക. അതായത് നമ്മുടെ ഈ ചെറുവിരലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ ചൂണ്ടുവിരലിൽ ചുറ്റിയതിന് ശേഷം ഈ മോതിര വിരലും അതുപോലെ തന്നെ തള്ളവിരലിലും കൂടെ പിടിക്കുക കേട്ടോ. ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ചെറുവിരലിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് ചൂണ്ടുവിരലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയതിന് ശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ ചുറ്റുക. ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മുടെ ഈ സ്ലിപ്പ് നോട്ട് ഈ ഒരു മോതിര വിരലിലും അതുപോലെ തന്നെ തള്ളവിരലിലും കൂടെ പിടിക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ നീഡിലെടുക്കുക. നീഡിൽ നിങ്ങൾ ഒരു പെണ്ണ് എങ്ങനെ നിങ്ങൾ പിടിക്കുക, പെണ്ണ് ഇങ്ങനെ പിടിച്ചിട്ടല്ലേ ഇതേപോലെ തന്നെ ഞങ്ങൾ പിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെയല്ല നീഡിൽ പിടിക്കുക. ചില ആൾക്കാർക്ക് ഇവിടെ പിടിച്ച് ചെയ്യണ ഒരു വശം ഉണ്ടാവും. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ കൈ വഴക്കം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഫസ്റ്റ് ചെയ്യണവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, കിട്ടണമെന്നില്ല. ചിലവർക്ക് മാത്രമേ ചെയ്യുമ്പോഴേക്കും കിട്ടുള്ളൂ. അതുകൊണ്ട് ചെയ്തപ്പോൾ കിട്ടിയില്ലെന്ന് വിചാരിച്ചിട്ട് ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പെണ്ണ് പിടിക്കണ പോലെ ഇതിങ്ങനെ നമ്മുടെ നീഡിലൊന്ന് പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ സ്ലിപ്പ് നോട്ട് ഉണ്ടല്ലോ, ഈ സ്ലിപ്പ് നോട്ടിൻ്റെ അകത്ത് കൂടെ നമ്മൾ ഈ നീഡിൽ കയറ്റുകയാണ് ചെയ്യണത് കേട്ടോ. കണ്ടോ, ഇതാ ഇങ്ങനെ. ഓക്കെ, ഈ സ്ലിപ്പ് നോട്ടിൻ്റെ അകത്ത് കൂടെ നമ്മൾ ഈ നീഡിൽ കയറ്റുക ഇങ്ങനെ. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹുക്ക് നമ്മളെ ഫേസ് ചെയ്ത് ഇരിക്കണം. ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, നമ്മൾ ഫേസ് ചെയ്തിട്ട് ഈ ഹുക്ക് വെക്കുക. അതിനുശേഷം ഇവിടെ ടൈറ്റായിട്ട് തന്നെ പിടിക്കണം കേട്ടോ. ഇവിടെ ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ലൂസായി എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഈ ഹുക്കിൽ ഈ ഒരു നൂലിൻ്റെ ത്രെഡിൻ്റെ സൈസ് കുറച്ച് ലൂസായിരിക്കണം. ഇന്ന് ഒരുപാട് ലൂസായിരിക്കാനും പാടില്ല, കുറച്ച് ടൈറ്റ് ആയിരിക്കണം, ഇന്ന് ഒരുപാട് ടൈറ്റ് ആയിരിക്കാനും പറ്റില്ല. ഒരു മീഡിയം ഇതിൽ, അതായത് ഇതുപോലെ ഇങ്ങനെ നീങ്ങാൻ പാകത്തിന് വെക്കണം. ഇപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ഫസ്റ്റ് ചെയ്യാൻ പോണത് കേട്ടോ. ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ മെയിനായിട്ട് ഈ ക്രോഷയുടെ മെയിനായിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ഇത് ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ചെന്ന് നിങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ആക്ച്വലി എനിക്ക് ചെയിൻ സ്റ്റിച്ച് അറിയുന്ന കാരണമാണ് ഞാനിതിൻ്റെ കാര്യങ്ങളൊന്നും എഴുതാത്തത്. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഷോർട്ട് ഫോം വന്നിട്ട് CH എന്നാണ്. ചെയിൻ സ്റ്റിച്ച് എന്ന് എഴുതിയിട്ട് നിങ്ങൾ CH എന്ന് ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചോളാം. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഒന്നും നീട്ടി പറയേണ്ട ആവശ്യമില്ല, CH എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ചില ചാനലുകളാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ CH എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ CH എന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെയിൻ സ്റ്റിച്ച് എന്ന് പഠിച്ചതിന് ശേഷം CH ആണ് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ചെയിൻ സ്റ്റിച്ച്. കണ്ടോ, ഞാൻ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ബിക്കോസ് നമ്മൾ ചെയ്തതാണല്ലോ. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു കാര്യം നമ്മുടെ ഇമാജിൻ നമ്മൾ ചെയ്യും. എന്തായാലും ഒന്ന് ആലോചിച്ച്
നോക്കുമല്ലോ, നമ്മളെങ്ങനെയാണ് ചെയ്തോ, ഇതാണ് ചെയിൻ സ്റ്റിച്ച്, നമ്മൾ ഇങ്ങനെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം? സ്ലിപ്പ് നോട്ട് വേണം. അപ്പോൾ ഈ സ്ലിപ്പ് നോട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയിൻ സ്റ്റിച്ചും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്ലിപ്പ് നോട്ട് ആദ്യം വേണം കേട്ടോ. ഇതാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ ആക്ച്വലി എനിക്കിത് വേണമെങ്കിൽ 2 വീഡിയോ ആയിട്ട് ഇടാം. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പ് നോട്ട് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ ഇത് ഒന്നിനെ മാത്രം ഇത്രയും ലെങ്ത് ആയെന്ന് തോന്നിയല്ലോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എവിടെയും നോക്കാതെ പഠിച്ച, അതായത് മീൻസ് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്ക് ഞാൻ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം. ബിക്കോസ് നിങ്ങൾക്കും എന്തായാലും ആ മിസ്റ്റേക്ക് ഷുവറായിട്ടും വരും ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാർക്കും. സോ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞു തരുന്നതിനാണ് ഈ വീഡിയോ ഇത്ര ലെങ്ത് ആണത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ ഇടയിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് മിസ്സാവണത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് സ്ലിപ്പ് നോട്ട്, ഈ സ്ലിപ്പ് നോട്ടിൻ്റെ ഈ ഒരു എൻഡ് വലിച്ചിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റായി. ഇതിപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ ത്രെഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ വരില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഒരു ചെയിൻ കുറച്ച് ലൂസായിട്ട് വെക്കണം. അതായത് ഈ ഒരു ലൂപ്പ്, ഈ ഒരു ത്രെഡിൻ്റെ ഈ ഒരു സംഭവം നിങ്ങൾ കുറച്ച് ലൂസായിട്ട് വെക്കണം കേട്ടോ. ഒരുപാട് ലൂസ് വെക്കരുത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഹുക്ക് നമ്മുടെ നേരെ ഇങ്ങനെ തിരിക്കുക. നമ്മുടെ നേരെ തിരിച്ചതിന് ശേഷം ഈ ത്രെഡ് ഉണ്ടല്ലോ, ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ എടുത്താൽ, അതായത് ആ ഹുക്ക് നമ്മുടെ നേരേക്ക് ഇരുന്നു, നമ്മൾ അങ്ങനെ തന്നെ തിരിച്ച് ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ എടുക്കുക, ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ത്രെഡ് ഈ ഹുക്ക് വന്നിട്ട് നമ്മുടെ നേരെ തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയണേ, ഓരോരുത്തർക്കും ഓരോ ടൈപ്പായിരിക്കും ചെയ്യുക. ഞാനിങ്ങനെയാണ് ചെയ്യണത്. എനിക്കിതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ. അപ്പം ഹുക്ക് നിങ്ങൾ നിങ്ങളുടെ നേരെ തിരിച്ച് പിടിക്കുക. അതിനുശേഷം ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ചിറ്റിച്ച് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഹുക്ക് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഈ ഹുക്കിലേക്ക് ഈ ത്രെഡ് നിങ്ങൾ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ നിങ്ങൾ തിരിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എന്താണ്, ഓൾറെഡി ഈ ത്രെഡ് ഈ ഹുക്കിൽ വന്ന് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പോവില്ല. അപ്പോൾ ഈ ത്രെഡിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുക, നീഡിൽ തിരഞ്ഞെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മൾ തിരിച്ചിട്ട് ഈ നീഡിലും പതിയെ നിങ്ങളിങ്ങനെ ഈ ഹുക്കിൻ്റെ, അതായത് ഈ ഒരു ലൂപ്പ് ഉണ്ടല്ലോ നമ്മുടെ സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അപ്പം നീഡിൽ ഇങ്ങനെ തിരിക്കുക. തിരിച്ചതിന് ശേഷം മെല്ലെ നമ്മളിത് ഈ ലൂപ്പിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഈ ലൂപ്പിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ത്രെഡ് വന്നിട്ട് ഇത് ലോക്കായി. ഈ സ്ലിപ്പ് നോട്ട് ഇവിടെ ലോക്കായി മീൻസ് നമ്മളിതിൻ്റെ അകത്ത് കൂടെ ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് ചെയിൻ നമ്മൾ ചെയ്തു. ഇതാണ് ഫസ്റ്റ് ചെയിൻ എന്ന് പറയണത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലിട്ടതിന് ശേഷം നമ്മൾ നീഡിൽ നമ്മുടെ നേരെ തിരിച്ച് പിടിക്കുക. അതിന് ശേഷം നമ്മൾ ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ എടുത്തതിന് ശേഷം മെല്ലെ ഈ ഒരു ഹോളിലേക്ക്, അതായത് നമ്മുടെ സ്ലിപ്പ് നോട്ടിൻ്റെ അകത്തേക്ക് ഈ ഒരു നൂല് വന്നിട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ചെയിനായി. ഇനി അതേപോലെ തന്നെ നമ്മൾ എല്ലാ ചെയിൻസും ചെയ്യുക. വീണ്ടും എന്താണ്, നമ്മുടെ ഈ ലൂപ്പിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു നീഡിൽ നിൽക്കുന്നത്. വീണ്ടും നമ്മൾ നീഡിൽ ഇങ്ങനെ പിടിക്കുക, നമ്മുടെ അടുത്തേക്ക് ഫേസ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം ത്രെഡിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. ത്രെഡ് മെല്ലെ ഈ ലൂപ്പിൻ്റെ അകത്ത് കൂടെ എടുക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ലൂസായിട്ടായിരിക്കും കിട്ടുക. ബിക്കോസ് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഇതിപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ആയത് കാരണമാണ്, ഞാൻ ചെയ്ത് പഠിച്ചത് കാരണമാണ് ഇത്ര ടൈറ്റായിട്ട് കിട്ടണത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ലൂസായിട്ട് തന്നെ കിട്ടുക. അതായത് ചിലപ്പോൾ ഈ ഒരു ത്രെഡൊന്നും നമുക്ക് ടൈറ്റിൽ പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഇവിടെ ചുറ്റിയിട്ടുണ്ടല്ലോ, ഈ ചുറ്റി ഇത്രയും ബാലൻസ് ഉള്ള ത്രെഡാണ് ഇങ്ങനെ വരുന്നത്. അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ ഈ ഒരു ചുറ്റിയ നൂല് നമ്മൾ വെളിയിലെടുത്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ പിടിച്ച് ഈ ഒരു ത്രെഡിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എങ്ങനെയാണ് ഈ കയ്യിൽ, അതായത് നമ്മുടെ ഈ ചൂണ്ടുവിരലുണ്ടല്ലോ, ഈ ചൂണ്ടുവിരലിൽ ചുറ്റിയ നൂല് എങ്ങനെയാണ് എടുക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് അതിന് ശേഷം നമ്മൾ മെല്ലെ ഒരെണ്ണം, അതായത് ഈ ചൂണ്ടുവിരലിൽ ചുറ്റിയിട്ടുണ്ടല്ലോ,
ഈ ചൂണ്ടുവിരലിൽ ചുറ്റിയ നൂല് നമ്മൾ മെല്ലെ ഒരെണ്ണം എടുക്കുക. അതായത് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ നൂല് ലൂസ് ചെയ്ത് എടുക്കുക. ഒരുപാട് ടൈറ്റിൽ പിടിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ ലൂസ് ചെയ്ത് ഇതാ ഇങ്ങനെ ലൂസ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ വീണ്ടും നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ അടുത്തെത്തി നമുക്ക് നൂല് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരിഴ അഴിക്കുക, എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ചെയിൻ സ്റ്റിച്ച്, അതായത് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യണമെന്ന് അത് കാണിച്ചിട്ടോ. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് ഈ ചൂണ്ടുവിരൽ നൂല് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആക്ച്വലി ഇതിങ്ങനെ വെച്ചിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഞങ്ങൾ ചൂണ്ടുവിരലിൽ തന്നെ ആദ്യം നൂല് ചുറ്റിയിട്ട് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ കയ്യിൽ നിന്ന് ഇങ്ങനെ ചുറ്റാതെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇനിയും നമ്മൾ പറഞ്ഞ ലെങ്ത് ആയി പോകും. അപ്പോൾ ഇതാണ് ചെയിൻ സ്റ്റിച്ചും സ്ലിപ്പ് നോട്ടും വന്നിട്ട്. ഇതിപ്പോൾ ഞാൻ എനിക്ക് പഴക്കമുള്ള തന്നെയാണ് ഇത്ര അടുപ്പിച്ച് വന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാൾക്ക് ഇത് നല്ല ഗ്യാപ്പ് വരും. ഈ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്കൊക്കെ വരും. പക്ഷേ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒരു നോട്ട്ബുക്ക്, ഒരു കുഞ്ഞു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് മടക്കിയിട്ട് ബുക്ക് പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തിന്, ഇത് എഴുതി വെക്കുക. സ്ലിപ്പ് നോട്ട്, ചെയിൻ സ്റ്റിച്ചൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഒട്ടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മറന്നു പോയാലും ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ആക്സസറീസ് ആണെന്നുണ്ടെങ്കിലും ബാഗ് ആണെന്നുണ്ടെങ്കിലും പേഴ്സ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ക്രോഷറ്റ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു നൂലും അതുപോലെ തന്നെ സൂചിയും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് പഠിച്ചെടുക്കണം നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഹെയർ ആക്സസറീസിനുള്ള ഫ്ലവറും കായും മൊട്ടും പൂവും എല്ലാം ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് മീൻസ് പറഞ്ഞു തന്നതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ വീഡിയോ, അതായത് പൂവുണ്ടാക്കണതിൻ്റെയും കാര്യങ്ങളുടെയും എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ നമുക്കൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ബിഗിനേഴ്സിനായിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും മുടങ്ങാതെ കാണുക. വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടയിൽ പറയണ നല്ല പോയിൻറ്റ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. നല്ലത് മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക. ടാറ്റാ ബൈ ബൈ, സീ യു.